अस्सलाम वालेकुम बच्चों, अब कैसे हो? ठीक हो ना? आपको हिंदी क्लास में स्वागत है। पाठ शुरू करने के पहले मेरे साथ दुआ बोलिए। रब्बी यस्सिर वला तुअस्सिर व तम्मिन बिल खैर व बिका नस्तईनु या फतहु रब्बी ज़िदनी इल्मा रब्बी ज़िदनी इल्मा रब्बी ज़िदनी इल्मा। आज हमें नया पाठ पढ़ता हूँ। पाठ का नाम गोपाल दास। पाठ का नाम गोपाल दास। सब बच्चों ध्यान से बैठिए, पुस्तक की तरफ देखो, इधर उधर मत देखो। पाठ का नाम गोपाल दास। फर्स्ट पैराग्राफ। एक बार नवाब साहब को शरारत सूझी। उन्होंने राजा कृष्णचंद्र को पत्र लिखकर चुनौती दी। क्या आपके दरबार में ऐसा कोई बुद्धिमान व्यक्ति है जो इस जोर से उस जोर तक और ऊपर से नीचे तक धरती का सही नाप मालूम कर सके, साथ ही आसमान के तारों की संख्या भी पता कर सके तो मुझे बहुत खुशी होगी। चुनौती। जीतने वालों को मेरी ओर से 10 लाख रुपए दिए जाएंगे। राजा कृष्णचंद्र गहरी सोच में डूब गए कि यदि नवाब की चुनौती पूरी नहीं हुई तो उनकी खिल्ली उड़ाई जाएगी। ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? एक बार नवाब साहब को शरारत सूझी. എന്താണ് ഷറാറത്ത്? എന്താ ഒരു തമാശ? എന്താണ് ഒരു തമാശ പറയുകയാണ്. നവാബ് സാഹബ് എന്താണ് ഒരു തമാശ പറയുകയാണ്. उन्होंने राजा कृष्णचंद्र को पत्र लिखकर चुनौती. राजा कृष्णचंद्रने ഒരു ലെറ്റർ അയച്ചിട്ട് എന്താണ് പറയുന്നത്? നമുക്കൊരു ചലഞ്ച്, നമുക്ക് ചലഞ്ച് ഉണ്ടാക്കാം, ചലഞ്ച് തുടങ്ങാം. क्या आपके दरबार में ऐसा कोई बुद्धिमान व्यक्ति है जो നിങ്ങളുടെ എന്താണ് കൊട്ടാരത്തിൽ ആരെങ്കിലും ബുദ്ധിമാനായ ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താണ് പരിശോധിക്കാം എന്നാണ് പറയുന്നത്. जो इस जोर से उस जोर तक ऊपर से नीचे तक धरती का सही नाम मालूम कैसे. മുകളിൽ നിന്നും താഴേക്കും എന്താണ് ഭൂമിയുടെ അളവ് എത്ര ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അവരോട് നമുക്ക് എന്തായാം ചലഞ്ച് വെക്കാം. साथ ही आसमान के तारों की संख्या भी पता कर सके तो എന്താണ് അതിൻ്റെ കൂടെ എന്താണ് साथ ही ആസ്മാൻ. ആസ്മാൻ എന്താണ്? സ്കൈ അല്ലേ? അതിനോടൊപ്പം എന്താണ് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം നമുക്ക് എന്താണ് സംഖ്യ ഫി പതാ കർ സക്കേത്വ എണ്ണം കൂടെ നമുക്ക് അവരോട് ചലഞ്ച് വെക്കാം. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കൂടെ നമുക്ക് പറയാം. तो मुझे बहुत खुशी होगी. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. चुनौती जीतने वाले को मेरी ओर से 10 लाख रुपए दिए जाएगा. എന്താണ് പറയുന്നത്? ഈ ചലഞ്ചിൽ പങ്കെടുത്തിട്ട് മത്സരിച്ച് നിങ്ങൾ വിജയിച്ചാൽ എന്താണ് നിങ്ങൾക്ക് 10 लाख रुपए दीजिए ജായേക. എന്താണ് 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തരുമെന്നാണ് ചലഞ്ച് വെക്കുന്നത്, ബെറ്റ് വെക്കുന്നത്. राजा कृष्णचंद गहरी सोच में डूब गए कि यदि नवाब की चुनौती पूरी नहीं हुई तो उसके गिल्ली उड़ाया जाए. എന്താണ് രാജാ കൃഷ്ണചന്ദ് ഒരുപാട് നേരം ചിന്തിച്ചു. എന്താണ് ഈ ചലഞ്ച് എന്താണ് നമുക്ക് പൂർത്തിയാക്കുക തന്നെ വേണം. ഈ ചലഞ്ച് നമുക്ക് മുമ്പോട്ട് വെച്ച് ഈ ചലഞ്ചിൽ ആരാണോ ഈ കൊട്ടാരത്തിൽ ആരാണോ ബുദ്ധിമാനായ ആളെന്ന് നമുക്ക് കണ്ടുപിടിക്കുക തന്നെ വേണമെന്ന് പറയുകയാണ്. अगले पैराग्राफ. गोपाल दास जो एक दरबारी सलाहकार था राजा के पास पहुंचा. राजा को परेशान देखकर उसने निवेदन किया, महाराज आपके किस बात की चिंता सदा रही है. दुनिया में ऐसी कोई समस्या नहीं है जिसका समाधान न हो. कहते समय उसकी आंखों से आत्मविश्वास झलक रहा था. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗോപാൽദാസ് ജോ ഏക് ദർബാരി സലാഖാർ താ. ഗോപാൽദാസ് എന്താണ്? ഒരു ഉപദേഷ്ടാവാണ്. അദ്ദേഹം ഒരു
ഉപദേഷ്ടാവാണ്. രാജാക്കെ പാസ് പഹുഞ്ച, രാജാവിൻ്റെ അടുത്തോട്ട് ചെന്നു. രാജാക്കോ പരേഷാൻ ദേക്കുക ഉസേ നിവേദൻ കെ, രാജാവിൻ്റെ എന്താണ് ആ വിഭ്രാന്തി കണ്ടിട്ട് എന്താണ് പരേഷാൻ ദേക്കുക അസ്വസ്ഥത, പരേഷാൻ എന്താണ് അസ്വസ്ഥത കണ്ടിട്ട് ഒരു നിവേദൻ കിയ, നിവേദൻ എന്താണ് നിവേദൻ മാനെ റിക്വസ്റ്റ് കൊടുത്തു. എന്താണ് കൊടുത്തത്? മഹാരാജ് ആപ്കെ കിസ് ബാത് കി ചിന്ത സദാ രഹി ഹേ, നിങ്ങൾ എന്തിനാണ് ആരെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? കിസ് ബാത് കി ചിന്ത സദാ രഹി ഹേ, എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? ദുനിയാമേം ഐസി കോയി സമസ്യ നെയ്മേ, എന്താണ് ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഏത് കാര്യമാണുള്ളത്? എല്ലാ കാര്യവും നമ്മൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കുക തന്നെ ചെയ്യാം. ജിസ്കാ സമാധാൻ നാ ഹോ, നിങ്ങൾ ഒന്ന് സമാധാനപ്പെടൂ എന്നാണ് പറയുന്നത്. कहते समय उसकी आंखों से आत्मविश्वास झलक रहा था. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ എന്താണ് കണ്ണുകളിൽ ആത്മവിശ്വാസം വന്നു അല്ലേ? ഞാൻ ഇന്നത് ചെയ്യാം എന്നുള്ളൊരു ആത്മവിശ്വാസം വന്നു. അപ്പോൾ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ എന്താണ് അതിലൊരു ആത്മവിശ്വാസം നമ്മൾ കൊടുക്കുകയാണ്, അത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു ആത്മവിശ്വാസം കൊടുക്കുകയില്ല. അപ്പം നമുക്ക് എന്താ പറ്റും, നമുക്കൊരു അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലേ? അപ്പം നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾക്ക് ആ പാഠം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ പാടാണ്, പക്ഷേ അത് നിങ്ങൾ പഠിക്കാൻ പറ്റും, നിങ്ങൾ ഒന്നും കൂടെ അത് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം നിങ്ങളിൽ ഒരാൾ തരുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ പാഠം പഠിക്കാൻ തന്നെ പറ്റും അല്ലേ? പഠിച്ച് അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ഉമ്മ പറയുകയാണ്, മോളെ നിനക്ക് ആ പാഠം വായിച്ച് ഒന്നും കൂടെ നീ വായിച്ച് നോക്കൂ, പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും തന്നെ. ആ ആത്മവിശ്വാസം ഒരാൾ നമുക്ക് തരുവാണ് പറ്റുമെന്നുള്ളത്, അപ്പം നമുക്കത് ചെയ്യാൻ പറ്റുക തന്നെ ചെയ്യും. नेक्स्ट पैराग्राफ, परंतु राजा की चिंता कम ना हुई, वे बोले नहीं गोपाल यह काम तुम्हारा बस काफी नहीं. नवाब ने पृथ्वी की लंबाई और चौड़ाई पता करने और तारों की गिनती करने की चुनौती दी है. എന്താ പറഞ്ഞിരിക്കുന്നത്? പരന്തു രാജാക്ക് ചിന്ത കം നഹി, രാജാവിൻ്റെ ചിന്തകളൊന്നും ശമിച്ചില്ല. എന്താണ്? വേ ബോലെ, അദ്ദേഹം പറയുകയാണ്, നെഹി ഗോപാൽ എഹ് കാം തുമാരെ ബസ് കാഫി നഹി, ഇത് നിങ്ങളുടെ പരിധിയിൽ പെട്ടതല്ല, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, നിങ്ങളുടെ പരിധിയിൽ പെട്ടതല്ല എന്നാണ് പറയുന്നത്. നവാബ് നെ പൃഥ്വിക്ക് ലംബായി और चौड़ाई पता करने और तारों की गिनती करने की चुनौती थी. പൃഥ്വി ഭൂമിയുടെ നീളവും വീതിയും അത് നക്ഷത്രങ്ങളുടെ എന്താണ് എണ്ണവും ഗിന്തി കർണയ്ക്ക് ചുനാത്തി എണ്ണവും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വെല്ലുവിളിക്കുകയാണ്. അത് നക്ഷത്രങ്ങളെ എണ്ണാനും പിന്നീട് എന്താണ് പൃഥ്വി ഭൂമിയുടെ നീളവും വീതിയും അളക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാരഗ്രാഫ് മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പം നെക്സ്റ്റ് പാരഗ്രാഫ് പേജ് നമ്പർ 46. इसमें गोपाल का उत्साह रति फरफी कम ना हुआ और बोला, यह तो मेरे भाई हाथ का खेल है, अब मुझे अपना पृथ्वी मापक और तारागण नियुक्त कर दीजिए और बाकी चिंता मेरे ऊपर छोड़ दीजिए. अब तो बस नवाब साहब को यह कहलावा दीजिए कि वे 1 साल की मोहलत दे और यह मेरा वजन है. 1 साल के बाद मैं उनके महल में जाकर उन्हें पृथ्वी की माप और तारों की संख्या सही सही बता दूंगा. എന്താ പറയുന്നത്? इसमें गोपाल का उत्साह फी कम ना हुआ और बोला, ഉത്സാഹം ഗോപാൽദാസ് എന്താണ് ഉത്സാഹിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് പറയുന്നത്? ഏതോ മേരെ ബായ്, ഇടത് കൈ ഹാത്ത് കാ ഖേൽ ഹെ, ഇത് ഇടത് കൈയുടെ ഒരു കളിയാണിത്. ആ മുച്ചെ അപ്പന പൃഥ്വി മാപക് ഔ താരാഗൺ, എന്താണ് പൃഥ്വി മാപക്? എർത്ത് മെഷർ. പൃഥ്വി മാപക്
എന്താണ് എർത്ത് മെഷർ ഔർ താരാഗൺ എന്താണ് ഭൂമിയുടെ എന്താണ് മെഷർ എത്ര ആണെന്ന് അളക്കാനും താരാഗൺ നിയുക്ത് കർ ദീജിയെ അത് താരോങ്കി സംഖ്യ ബത്താനെ വാലെ താരങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കുന്നതിന് വേണ്ടിയാണ് നിയമിച്ചത്. നിയുക്ത് കർ ദീജിയെ ഔർ എന്നെ നിയമിക്കൂ എന്നാണ് പറയുന്നത്. ഇത് ഞാൻ ചെയ്യാം, എന്നെ ഭൂമിയുടെ അളവ് വീതി നീളവും ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരും. താരോങ്കി സംഖ്യ എന്നാണ് താരങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണവും ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് തരാം. എന്നെ നിയമിക്കാനാണ് അദ്ദേഹം പറയുന്നത്, രാജാവിനോട് പറയുന്നത്. അവർ ബാക്കി ചിന്ത മേരെ ഊപ്പർ തോഴ്ചയെ ബാക്കിയെല്ലാം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. ആപ് തോ ബസ് നവാബ് സാഹബ് കോ ഏക് കഹലാവ ദീജിയെ കി വേ ഏക് സാൽ കി മുഹലത് ദോ എനിക്ക് ഇതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതിന് എനിക്ക് ഒരു മുഹലത്ത് എന്താണ് ഗ്രേസ് പീരീഡ് എനിക്ക് കുറച്ച് നാൾ തരണം, ഒരു വർഷത്തോളം എനിക്ക് സമയം തരണം, ഞാനിതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാമെന്നാണ് പറയുന്നത്. ഔർ യഹ് മേരാ വചൻ ഹേ ഇത് എൻ്റെ ഒരു ഞാൻ പറയുന്ന ഒരു വാക്കാണ്, ഞാൻ ഈ പറയുന്ന വാക്ക് ഞാൻ അതുപോലെ ചെയ്യുക തന്നെ ചെയ്യും. ഏക് സാൽ കെ ബാദ് മേ ഉൻകെ മഹൽ മേം ജാക്കർ ഉൻഹെ പൃഥ്വി കി മാപ താരോं की സംഖ്യ സഹി സഹി ബത്താ ദൂംഗി എന്താണ് ഒരു ദിവസം ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് പൃഥ്വിക്ക് എന്താണ് ഭൂമിയുടെ അളവ് മാപ് ഔർ താരോങ്കി താരങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണവും ഞാൻ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക തന്നെ ചെയ്യും. രാജാനെ രാഹത് കി സാംസ്ലി ഗോപാൽദാസ് കെ കഹേ अनुसार उन्होंने नवाब को संदेश भिजवाया दिया. साल भर गोपालदास बड़े टान से रहा. इस दौरान वह घूमता फिरता और आराम करता रहा. രാജാനെ റാഹത്ത് കി സാംസ്ലി എന്താണ് നെടുവീർപ്പിട്ടിട്ട് പറയുകയാണ്. ഗോപാൽദാസിനെ കഹേ അനുസാർ ഉൻഹോനെ നവാബ് കോ സന്ദേശ് ഭിജവായ അയാളുടെ സന്ദേശം അതിനനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാം. സാൽ പർ ഗോപാൽദാസ് ബड़े टान से कहा इस दौरान वह घूमता फिरता और आराम करता रहा. साल भर ഗോപാൽദാസ് എന്താണ് വളരെ എന്താണ് ഒരു ധൈര്യത്തോടെ പറയുകയാണ്, ഞാൻ എല്ലാം ചെയ്തിട്ട് മുമ്പോട്ട് വന്ന് നിങ്ങൾ അടുത്ത് വന്ന് എന്താണ് നല്ല സമാധാനപരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് എന്തോ പറയും, നക്ഷത്രങ്ങളുടെ എണ്ണവും പിന്നെന്താണ് പൃഥ്വി ഭൂമിയുടെ അളവിനെ കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് പറയും, ഞാൻ ചെയ്തിട്ട് വന്ന് നിങ്ങളോട് ഞാൻ പറയുക തന്നെ ചെയ്യുമെന്നാണ് ഗോപാൽദാസ് രാജാവിനോട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നല്ലതുപോലെ നിങ്ങൾ പഠിക്കുക. അപ്പം ഈ എത്ര പാരഗ്രാഫ് എടുത്ത് നമ്മൾ പേജ് നമ്പർ 45 ആൻഡ് പേജ് നമ്പർ 46 2 പേജ് പഠിച്ചു നമ്മൾ. അത് നല്ലതുപോലെ നിങ്ങൾ വായിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തത് ഇത് ഇത്രയും മനസ്സിലാക്കുക, അത് എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്, എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. അപ്പോൾ മിസ് അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം എല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാരഗ്രാഫ് എടുക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.